അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഫിയ മൂന്നാം ദർസ്, ബൈത്ത് 3. വഅസ്തഈനുല്ലാഹ ഫീ അൽഫിയ മഖാസിദുൻ നഹ്വി ബിഹാ മഹ്വിയ. വഅസ്തഈനു, ഞാൻ സഹായം തേടുകയും ചെയ്യുന്നു. അൽ വാവു, വാവ് ഹർഫു അതുഫിൻ, അതുഫിൻ്റെ ഹർഫാണ്. അസ്തഈനു ഫിഅലുൻ മുവാരിഉൻ. അസ്തഈനു ഫിഅലുൻ വഫാഇലുൻ. വഫാഇലുഹു, അതിലെ ഫാഇൽ, അതിലെ കർത്താവ്. ളമീറുൻ മുസ്തതിറുൻ ഫീഹി വുജൂബൻ, നിർബന്ധമായ നിലയിൽ അതിൽ മറഞ്ഞ സർവനാമമാണ്. തഖ്ദീറുഹു അന, അതിൻ്റെ സങ്കൽപ്പം അന എന്നാണ്. അസ്തഈനു എന്നതിലുള്ള ളമീർ അന എന്നാണ്. അല്ലാഹ, അല്ലാഹുവിനോട്, അല്ലാഹുവോട്. മഫ്ഊലുഹു, അതിൻ്റെ മഫ്ഊലാണ്. അസ്തഈനു എന്നതിൻ്റെ മഫ്ഊലാണ് അല്ലാഹ എന്നത്. അതാണ് അല്ലാഹ, അല്ലാഹുവിനോട് എന്ന് അർത്ഥം വെച്ചത്. തർക്കീബിനനുസരിച്ച് അർത്ഥം വെക്കണം. ഫി അൽഫിയ്യത്തിൻ, അൽഫിയ്യയിൽ, അൽഫിയ്യയുടെ കാര്യത്തിൽ. അൽഫിയ്യയിലെ കാവ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ. മഖാസിദുൻ നഹ്വി, മഖാസിദു മുഖ്യ വിഷയങ്ങൾ. അന്നഹ്വി, അറബി വ്യാകരണ ശാസ്ത്രത്തിലെ. മഖാസിദു മുബ്തദഉൻ, അന്നഹ്വി മുളാഫുൻ ഇലൈഹി. മഖാസിദുൻ നഹ്വി, അറബി വ്യാകരണ ശാസ്ത്രത്തിലെ മുഖ്യ വിഷയങ്ങൾ. ബിഹാ, അതിൽ, അൽഫിയ്യയിൽ, അൽഫിയ്യയിലെ കാവ്യങ്ങളിൽ. മഹ്വിയ്യത്തുൻ, ശേഖരിക്കപ്പെട്ടതാണ്, കൂട്ടിവെക്കപ്പെട്ടതാണ്, ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണ്, സമാഹരിക്കപ്പെട്ടതാണ്, ഒന്നിച്ചു കൂട്ടപ്പെട്ടതാണ്, കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. മഹ്വിയ്യത്തുൻ എന്നതിന് മജ്മൂഅത്തുൻ എന്നതിൻ്റെ അർത്ഥമാണ്. മഹ്വിയ്യത്തുൻ ഖബറുൽ മുബ്തദഇ, മുബ്തദഇന്റെ ഖബർ.
മഖാസിദു എന്ന മുബ്തദഇന്റെ ഖബറാണ് മഹ്വിയ്യത്തുൻ എന്നത്. ഹവാ യഹ്വി, ഹവാ അദ്ദേഹം ഒരുമിച്ചു കൂട്ടി, അദ്ദേഹം ശേഖരിച്ചു, അദ്ദേഹം സമാഹരിച്ചു. യഹ്വി അദ്ദേഹം ഒരുമിച്ചു കൂട്ടുന്നു, അദ്ദേഹം ഒരുമിച്ചു കൂട്ടും. ഹവ എന്നതിൻ്റെ ഇസ്മു മഫ്ഊൽ മഹ്വൂയുൻ എന്നാണ്. മഹ്വൂയുൻ എന്നതിനെ മഹ്വിയുൻ എന്നാക്കി. മഹ്വൂയുൻ എന്നതിൻ്റെ മുഅന്നസ് മഹ്വൂയത്തുൻ എന്നാണ്. മഹ്വൂയത്തുൻ എന്നതിനെ മഹ്വിയത്തുൻ എന്നാക്കി. അതാണ് ഈ ബൈത്തിൽ മഹ്വിയത്തുൻ എന്ന് പറഞ്ഞത്. മഹ്വിയത്തുൻ ഇസ്മു മഫ്ഊലിൻ മിൻ ഹവാ യഹ്വി. മഹ്വിയത്തുൻ എന്നത് ഹവാ യഹ്വി എന്നതിൽ നിന്നുള്ള കർമ്മവാചിയാണ്. അസുലുഹു മഹ്വൂയത്തുൻ, അതിൻ്റെ പൂർവരൂപം മഹ്വൂയത്തുൻ എന്നാണ്. ഇജ്തമഅത്തിൽ വാവു വൽ യാഉ, വാവും യാഉം സംഗമിച്ചു, വാവും യാഉം ഒരുമിച്ചുകൂടി. വസീഖത്ത് ഇഹ്ദാഹുമാ ബിസ്സുകൂനി, അവയിൽ ഒന്ന് സുക്കൂൻ കൊണ്ട് നടത്തിക്കപ്പെടുകയും ചെയ്തു. സാഖ യസാഖു, സാഖ അവൻ നടത്തിച്ചു. സീഖത്ത് നടത്തിക്കപ്പെട്ടു. വസീഖത്ത് നടത്തിക്കപ്പെടുകയും ചെയ്തു. ഇഹ്ദാഹുമ അവയിൽ ഒന്ന് ബിസ്സുകൂനി സുക്കൂൻ കൊണ്ട്. വഖുലിബത്തിൽ വാവു സാനിയത്തു യാഅൻ, രണ്ടാം വാവ് യാ ആയി മറിക്കപ്പെടുകയും ചെയ്തു. ഖലബ യഖ്ലിബു ഖൽബൻ, ഖലബ അവൻ മറിച്ചു. ഖുലിബത്ത് മറിക്കപ്പെട്ടു. വഖുലിബത്ത് മറിക്കപ്പെടുകയും ചെയ്തു. അൽ വാവു സാനിയത്തു രണ്ടാം വാവ് യാ അൻ യാ ആയി. വ ഉദ്ഗിമത്തിൽ യാഉ ഫിൽ യാഇ, യാ യാഇൽ ഇദ്ഗാം ചെയ്യപ്പെടുകയും ചെയ്തു. ഒരു യാഇനെ മറ്റേ യാഇന്റെ ഭാഗമാക്കപ്പെടുകയും ചെയ്തു. ഒരു യാഉം മറ്റേ യാഉം ചേർത്ത് രൂപപ്പെടുത്തപ്പെടുകയും ചെയ്തു. ഒരു യാഇനെ മറ്റേ യാഇൽ ലയിപ്പിക്കപ്പെടുകയും ചെയ്തു. വകുസിറത്തിൽ വാവുൽ ഊല, ഒന്നാം വാവിന് ഇകാര ചിഹ്നം ചേർക്കപ്പെടുകയും ചെയ്തു. ലിൽ മുനാസബത്തി, യോജിച്ചതുകൊണ്ട്, അത് യോജിച്ചതുകൊണ്ട്, ചേർന്നതുകൊണ്ട്, അത് ചേർന്നതുകൊണ്ട്. ഹവാ യഹ്വി എന്നതിൻ്റെ ഇസ്മു മഫ്ഊൽ മഹ്വൂയുൻ എന്നാണ്. മഹ്വൂയുൻ എന്നതിനെ മഹ്വിയുൻ എന്നാക്കി. മഹ്വൂയുൻ എന്നതിൻ്റെ മുഅന്നസ് മഹ്വൂയത്തുൻ എന്നാണ്. മഹ്വൂയത്തുൻ എന്നതിനെ എങ്ങനെയാണ് മഹ്വിയത്തുൻ എന്നാക്കിയത്? ഇജ്തമഅത്തിൽ വാവു വൽ യാഉ വസീഖത്ത് ഇഹ്ദാഹുമാ ബിസ്സുകൂനി വഖുലിബത്തിൽ വാവു സാനിയത്തു യാഅൻ
വഉദ്ഗിമത്തിൽ യാഉ ഫിൽ യാഇ വകുസിറത്തിൽ വാവുൽ ഊലാ ലിൽ മുനാസബത്തി. അൽ ഖവാഇദുൻ നഹ്വിയ്യ എന്ന കിതാബിൽ 25-ാം പേജിൽ, ഒന്നാം വാള്യം 25-ാം പേജിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഅസ്തഈനുല്ലാഹ ഫീ അൽഫിയ്യത്തിൻ, ഞാൻ അൽഫിയ്യയുടെ കാര്യത്തിൽ അല്ലാഹുവോട് സഹായം തേടുകയും ചെയ്യുന്നു. ഐ ഫീ ഇത്മാമി ഖസീദത്തിൽ അൽഫിയ്യത്തി, അൽഫിയ്യയിലെ ഗീതകങ്ങൾ പൂർത്തിയാക്കുന്നതിൽ, അൽഫിയ്യയിലെ കാവ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് ഞാൻ അല്ലാഹുവിനോട് സഹായം തേടുകയും ചെയ്യുന്നു. ഫി അൽഫിയ്യത്തിൻ ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബി അസ്തഈനു, അസ്തഈനു എന്നതിനോട് ബന്ധിച്ചതാണ്. വ തഅല്ലുഖു ഫീ, ഫീ ബന്ധിക്കൽ, ഫീ അൽഫിയ്യത്തിൻ എന്നതിലെ ഫീ ബന്ധിക്കൽ, ബി അസ്തഈനു, അസ്തഈനു എന്നതിനോട്, ഇമ്മ ഒന്നുകിൽ ലിഅന്നഹു ബിമഅന അല, അല എന്നതിന്റെ അർത്ഥത്തിലാണ്. ഫി അൽഫിയ്യത്തിൻ എന്നതിന് അല അൽഫിയ്യത്തിൻ എന്നതിന്റെ അർത്ഥമാണ്. അല അൽഫിയ്യത്തിൻ, അൽഫിയ്യയിലെ ഗീതകം പൂർത്തിയാക്കുന്നതിന്, ഔ അല്ലെങ്കിൽ ലിതളമ്മുനി അസ്തഈനു, അസ്തഈനു ഉൾക്കൊണ്ടതുകൊണ്ട്, തളമ്മുൻ ഉൾക്കൊള്ളൽ, ലിതളമ്മുനി ഉൾക്കൊണ്ടതുകൊണ്ട്, അസ്തഈനു, അസ്തഈനു, അസ്തഈനു എന്നത് ഉൾക്കൊണ്ടതുകൊണ്ട്, മഅന അസ്തഖീറു, അസ്തഖീറു എന്നതിന്റെ അർത്ഥത്തെ, അസ്തഖീറു ഞാൻ നല്ലത് ചോദിക്കുന്നു, അസ്തഈനു എന്നതിന് ഞാൻ നല്ലത് ചോദിക്കുന്നു എന്ന അർത്ഥവും പറയാം. വഅസ്തഈനുല്ലാഹ, ഞാൻ അല്ലാഹുവിനോട് നല്ലത് ചോദിക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥപ്രകാരമാണ് ഇപ്പോൾ പറഞ്ഞത്. വനഹ്ബിഹി, അതുപോലുള്ളതിൻ്റെയും, അസ്തഖീറു പോലുള്ളതിൻ്റെയും, അസ്തഖീറു പോലുള്ളതിൻ്റെയും അർത്ഥം. മഖാസിദു ജംഉ മഖ്സൂദിൻ, മഖ്സൂദിൻ എന്നതിൻ്റെ ബഹുവചനമാണ്. ഐ അതായത്, മുഅല്ലമുഹു അതിലെ ഭൂരിഭാഗം, അതിലെ അധിക ഭാഗം, വ്യാകരണ ശാസ്ത്രത്തിലെ ഭൂരിഭാഗം അൽഫിയയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണ്. വജുല്ലു മുഹിമ്മാത്തിഹി, അതിലെ പ്രധാനപ്പെട്ടവയിൽ മുഖ്യഭാഗവും, വജുല്ലു മുഖ്യഭാഗവും, പ്രധാനാംശവും, പ്രധാനാംശം, ഭൂരിഭാഗവും. ജുല്ലുൻ എന്നതിന് മുഖ്യഭാഗം, പ്രധാനാംശം, ഭൂരിഭാഗം എന്നീ അർത്ഥങ്ങളുണ്ട്. വജുല്ലു
ഇവിടെ തെൻവീൻ ഇല്ല, ഇലാഫ് ചെയ്തു. ജുല്ലു എന്നതിനെ മുഹിമ്മാത്തി എന്ന ഇസ്മിലേക്ക് ഇലാഫ് ചെയ്തു. വജുല്ലു മുഖ്യ ഭാഗവും, മുഹിമ്മാത്തിഹി അതിലെ പ്രധാനപ്പെട്ടവയിൽ, അതിലെ പ്രാധാന്യമുള്ളവയിൽ, അതിലെ മുഖ്യമായവയിൽ. മുഹിമ്മാത്തി എന്നതിന് പ്രധാനപ്പെട്ടവ, പ്രാധാന്യമുള്ളവ, മുഖ്യമായവ എന്നീ അർത്ഥങ്ങളുണ്ട്. അന്നഹ്വി വ്യാകരണശാസ്ത്രത്തിലെ മുഖ്യ വിഷയങ്ങൾ. വൽ മുറാദു ബിഹി ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ മുറാദിഫു അർത്ഥസാദൃശ്യമുള്ളതാണ്. ലിഖൗലിന നമ്മുടെ കൗലിനോട്. ഇൽമുൽ അറബിയ്യത്തി അറബി വിജ്ഞാനീയം. അൽ മുത്ലഖു പൊതുവാക്കി പറയപ്പെട്ട. അലാമ ഒന്നിന്റെ മേൽ. യുഅറഫു ബിഹി അതുകൊണ്ട് അറിയപ്പെടും. അവാഹിറുൽ കലിമി കലിമത്തുകളുടെ അവസാനങ്ങൾ. കലിമത്തുകളുടെ അവസാനങ്ങൾ അറിയപ്പെടുന്നതിൻ്റെ മേലിൽ പൊതുവാക്കി പറയപ്പെട്ട ഇൽമുൽ അറബിയ്യ. ഇഅ്റാബൻ വബിനാഅൻ ഇഅ്റാബിനാലും ബിനാഇനാലും, മുഅറബ് ആകലിനാലും മബ്നിയ്യ ആകലിനാലും. വമാ ഒന്നും. യുഅറഫു ബിഹി അതുകൊണ്ട് തിരിച്ചറിയപ്പെടും. ദവാത്തുഹ അതിൻ്റെ ദാത്തുകൾ. സ്വിഹത്തൻ സ്വിഹത്തിനാൽ, വഅ്തിലാലൻ ഇഅ്തിലാലിനാലും. സ്വിഹത്തൻ ശരിയാകലിനാൽ, വഅ്തിലാലൻ ന്യൂനത ഉണ്ടാകലിനാലും. അപ്പോൾ അന്നഹ്വി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായല്ലോ. ലാമ ഒന്നല്ല, യുഖാബിലു അത് നേരിടും. ലാമ യുഖാബിലു നേരിടുന്നതല്ല. അത്തസ്രീഫ തസ്രീഫിനോട്, അറബ് പദോൽപത്തി ശാസ്ത്രത്തോട്. പദങ്ങൾ സർഫ് ചെയ്യൽ എന്ന അർത്ഥം തസ്രീഫ് എന്നതിനുണ്ട്. പദങ്ങൾ സർഫ് ചെയ്യുന്ന ശാസ്ത്രമാണ് ഇൽമു തസ്രീഫ്. ലാമ യുഖാബിലു തസ്രീഫ, ലാമ യുഖാബിലു ഇൽമ തസ്രീഫി. അറബ് പദോൽപത്തി ശാസ്ത്രത്തോട് എതിരിടുന്നതല്ല. ബിഹാ അതിൽ, അതിൽ എന്ന് പറഞ്ഞാൽ അൽഫിയയിൽ. ഫീഹ എന്നതിൻ്റെ അർത്ഥമാണ് ബിഹ എന്നതിന്. ബിഹ അതിൽ, ഫീഹ അതിൽ. ഏതിൽ? അൽഫിയയിൽ. ബിഹ അതിൽ. ബിൽ അൽഫിയത്തി അൽഫിയയിൽ. ബി അൽഫിയത്തിൻ അൽഫിയയിൽ. ഫി അൽഫിയത്തിൻ അൽഫിയയിൽ. മഹ്വിയത്തുൻ ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണ്. ഐ മജ്മുഅത്തുൻ ഐ അതായത് മജ്മുഅത്തുൻ ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണ്. വൽ ജുംലത്തു ജുംല. മഖാസിദുൻ നഹ്വി ബിഹാ മഹ്വിയ എന്ന ജുംല സിഫത്തുൽ അൽഫിയത്തി. ഫി അൽഫിയത്തിൻ എന്നതിലെ അൽഫിയത്തിൻ എന്നതിന്റെ സിഫത്താണ്. മഖാസിദുൻ നഹ്വി ബിഹാ മഹ്വിയ. വ്യാകരണ ശാസ്ത്രത്തിലെ മുഖ്യ വിഷയങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട അൽഫിയയിൽ
വ്യാകരണ ശാസ്ത്രത്തിലെ മുഖ്യ വിഷയങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട അൽഫിയ പൂർത്തിയാക്കുന്നതിന് അള്ളാഹുവിനോട് ഞാൻ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. വറാബിത്തു ബന്ധിപ്പിക്കുന്നത്, ബൈനഹുമ ഇവയുടെ ഇടയിൽ, മഖാസിദുൻ നഹ്വി ബിഹ മഹ്വിയത്തുൻ എന്നതും അതിന്റെ മുമ്പുള്ളതും ഇവയുടെ ഇടയിൽ ബന്ധിപ്പിക്കുന്നത് ലമീറു ബിഹ, ബിഹ എന്നതിലെ ലമീറാണ്. മഖാസിദുൻ നഹ്വി വ്യാകരണ ശാസ്ത്രത്തിലെ മുഖ്യ വിഷയങ്ങൾ, മഹ്വിയത്തുൻ ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണ് എന്ന ഇസ്മിയത്തായ ജുംലയെ അതിന്റെ മുൻപുള്ളതിനോട്, പ്രത്യേകിച്ച് ഫി അൽഫിയത്തിൻ എന്നതിലെ അൽഫിയത്തിൻ എന്നതിനോട് ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ബിഹ എന്നതിലുള്ള ഹ എന്ന ലമീറാണ്. ബൈത്തിന്റെ അർത്ഥം വെച്ചപ്പോൾ ഓരോ ലഫ്ലിന്റെയും അർത്ഥം പറഞ്ഞ ഉടനെ തർക്കീബ് പറഞ്ഞത് തർക്കീബിനനുസരിച്ച് അർത്ഥം വെക്കണം എന്ന് ബോധ്യപ്പെടുത്താനും അർത്ഥവും തർക്കീബും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് ശരിക്ക് മനസ്സിലാകാനും വേണ്ടിയാണ്. അല്ലാഹു തആല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസുകളും മറ്റു കിതാബുകളും നന്നായി മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും